നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാവില്ലായിരുന്നു. ലൈക്ക് ചെറിയ ചെറിയ കാര്യമാണെങ്കിലും പിന്നെ സംസാരം തീരെ ഉണ്ടായിരുന്നില്ല. അന്ന് സാറിൻ്റെ അടുത്ത് വന്ന് അതൊരു 1 year ബാക്കാണ് തോന്നുന്നു. 1 year ബാക്കാണ്. അന്നാണ് അവൻ ഫസ്റ്റ് എൻ്റെ പപ്പേനെ പപ്പാന്ന് എൻ്റെ അമ്മന്ന് വിളിച്ചത്. ഞാൻ ഇവിടുന്ന് ചെയ്ത് എൻ്റെ വീട്ടിൽ ചെന്നു. അന്ന് സാറ് പറഞ്ഞെന്ന് അവൻ പറയും എൻ്റെ പിന്നെ വീട്ടിൽ ചെന്നിട്ട് സാറ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ ശരിക്കും കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോഴും ചില അക്ഷരങ്ങൾ വരില്ല, അങ്ങനെ കുറച്ച് വരില്ല. പിന്നെ സംസാരിക്കുന്ന അതിനേക്കാളും കൂടുതലായിട്ട് നമ്മൾ വീട്ടിൽ പറയുന്ന കാര്യങ്ങളൊന്നും ഇതെടുത്തിട്ട് ഇതവിടെ വയ്ക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവൻ ചെയ്യില്ലായിരുന്നു. അതൊക്കെ സാറെടുത്ത് ഇവിടുന്ന് ട്രീറ്റ്മെൻ്റൊക്കെ ചെയ്തതിന് ശേഷമാണ്. ഐ കോണ്ടാക്ട് അവന് ആദ്യം ഉണ്ടായിരുന്നില്ലല്ലേ? നോക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ മറ്റേ കണ്ണിന്റെ പ്രശ്നം അങ്ങനെയല്ല, നോക്കുന്നത് എങ്ങനെ, പക്ഷെ വേറെ എങ്ങോട്ടെങ്കിലും ആയിരിക്കും നോക്കുക. അങ്ങനെ കണ്ണിന്റെ സാധാരണ പോലെ അങ്ങനെ റൗണ്ട് ചെയ്ത് കളിക്കുന്നില്ലായിരുന്നു. പക്ഷെ നമ്മൾ മുഖത്ത് നോക്കിയിട്ട് പറയില്ല, ശരിക്കും നോക്കുന്നുണ്ടല്ലോ. പിന്നെ സംസാരിക്കുന്നുണ്ട് അല്ലേ? ചില അക്ഷരങ്ങളുടെ പ്രശ്നം മാത്രമേ ഉള്ളൂ. പിന്നെ മലയാളം അത്ര അങ്ങോട്ടേക്ക് അത് പിന്നെ ഞാനും മലയാളം കൂളായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ അല്ലേ? കുറച്ച് ആദ്യം അതൊന്നും ഭയങ്കര ഹൈപ്പറായിരുന്നു. ഭയങ്കര ഹൈപ്പർ എന്ന് വെച്ചാൽ ഒത്തിരി. അതൊക്കെ ശരിക്കും സാറ് ഒരു 2-3 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനാണ്. അല്ലെങ്കിൽ യാത്രയ്ക്കൊന്നും പറ്റില്ലായിരുന്നു. പുറത്ത് എവിടെ ഷോപ്പിൽ കൊണ്ടുപോയില്ല, അങ്ങനെയൊക്കെയായിരുന്നു. ഇപ്പൊ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. അങ്ങനെ ആ ഒരു ഹൈപ്പർ ഇപ്പൊ ഒരു 90% ഇല്ല. സാധാരണ കുട്ടീന്റെ ഹൈപ്പർ മാത്രമേ. ഗുഡ് ബോയ് ആയി അല്ലേ? ഗുഡ് ബോയ് അല്ലേ? പറഞ്ഞ ഗുഡ് ബോയ്. ഞാൻ പുറത്തു പോയാല് എന്നെ കണ്ടില്ലെങ്കിൽ ഇപ്പൊ ഞാൻ 2 ദിവസം പോലും എന്റെ വീട്ടിൽ നിന്ന് മാറിയെന്നാണ് അന്വേഷിക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. സ്കൂളിൽ നിന്ന് വന്ന ആദ്യം ഞാൻ അവിടെ ഉണ്ടാവണം, അങ്ങനെ എല്ലാ ഇമോഷൻസും തോന്നുന്നു. ഗുഡ് ബോയ്. പിന്നെ സ്കൂളിലെല്ലാം എഴുതും, വായിക്കും, എല്ലാ കാര്യങ്ങളും. ഹോംവർക്ക് അത് അക്കാദമിക് ബേസ് നല്ല എഴുതുന്നുണ്ടല്ലോ. ആദ്യം എഴുതില്ലായിരുന്നു. എഴുതുമ്പോൾ അങ്ങനെ പ്രസ് ചെയ്ത് എഴുതാനാണ് അറിയില്ല. ആ ഫിംഗറിൽ ആ ഒരു ശ്രദ്ധ കൊടുക്കാതെയായിരുന്നു, പ്രഷർ കൊടുക്കാതെയായിരുന്നു അറിയില്ല. അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് വായിക്കാൻ പറ്റില്ല. എല്ലാം ഐഡന്റിഫൈ ചെയ്യണ്ട, പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട് അല്ലേ? മെഡിക്കനായിട്ടോ ഇപ്പൊ ഇങ്ങനെ കുറച്ചും കൂടി ഒന്ന് എല്ലാം ഒന്ന് ഫ്ലുവന്റ് ആവണം, അത്രേ ഉള്ളൂ. അല്ല, നോർമൽ ചൈൽഡ് ആണ്. ഇപ്പോൾ വേറെ ഒന്നും നമ്മൾ ചിന്തിക്കണ്ട. അല്ല, പക്ഷെ ആദ്യം അങ്ങനെയല്ലായിരുന്നു. ഞങ്ങൾക്ക് പറഞ്ഞിരുന്നത് ഇങ്ങനെ കൗൺസിലിങ്ങിന് പറഞ്ഞത് പറഞ്ഞിട്ട് എന്നെ വിട്ടതാണ് ഡോക്ടർ. ഓട്ടിസം ആണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രതീക്ഷിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. അതെ, അതായത് ഞങ്ങൾ അവൻ മാറില്ല, ഞങ്ങൾ അവന്റെ ലൈഫിനനുസരിച്ച് നിങ്ങൾ മാറണം. പക്ഷെ അവൻ മാറിപ്പോ അവന്റെ സ്കൂളിൽ ചെന്നാലും ആദ്യം ഇരിക്കില്ലായിരുന്നു, ഓടിക്കളിക്കും. അപ്പൊ എന്നിട്ട് സ്കൂളിൽ നിന്ന് അവരെന്നെ വിളിപ്പിക്കും. പ്ലേ സ്കൂളാണ്, എങ്ങനെ തീരെ ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ ഇടയ്ക്ക് ചെന്നിട്ട് എടുക്കുമായിരുന്നു അവനെ സ്കൂളിൽ. അവർക്കും ആദ്യം ഒരു ബുദ്ധിമുട്ടാണ്, കാരണം എല്ലാ കുട്ടികളും ഇരിക്കുമ്പോ ഇവ മാത്രം ഇരിക്കില്ല. ഇപ്പൊ എനിക്ക് ഇത്രയും നേരം ഇരുന്നിട്ട് കണ്ടോ നല്ലൊരു. അല്ല, ഇപ്പൊ രാവിലെ 9 o'clock തുടങ്ങുന്ന ക്ലാസ് 1 മണി വരെ ഉണ്ട്. അത് ഫുൾ സാധാരണ കുട്ടികളുടെ പോലെ ചെയ്യാനുള്ളതെല്ലാം ചെയ്ത് എഴുതും. ഗുഡ് ബോയ്. പിന്നെ ലാംഗ്വേജ് ഇംഗ്ലീഷാണ് അറിയുള്ളൂ. മലയാളം ചില വേർഡ്സ് ഒക്കെ പറയും. പിന്നെ തമിഴ് അറിയാം. തമിഴ് എന്റെ മെയിൻ തമിഴാണ്. അപ്പം അവള് നന്നായിട്ട് ഇവരുടെ എപ്പോഴും സംസാരിച്ചോണ്ടിരിക്കും. അപ്പം അവള് തമിഴില് പറയും, ഇവൻ ഇംഗ്ലീഷിൽ റിപ്ലൈ കൊടുക്കും. എന്നാ சொல்ற? സൗഖ്യமா இருக்குதா? അവള് പ്രിയ പറയുന്ന അവര് തമ്മിൽ നല്ല കമ്പനിയാണ്. ഒരു 3 വർഷം 3.5 വർഷമായി അവള് വീട്ടില്. ടോട്ടൽ ഹാപ്പിയാണ് അപ്പം അല്ലേ? ഇപ്പോൾ പിന്നെ പറയണ്ടോ, തെറാപ്പി ചെയ്തതിന് ശേഷം ഹാപ്പിയാണ് അല്ലേ? കുറച്ചും കൂടി അയാള് വേറെ ഒന്നുമില്ല, അതിനെ പറ്റി പറയാനുണ്ടാവില്ല അല്ലേ? അല്ല, അവന് അങ്ങനത്തെ പ്രശ്നമല്ലായിരുന്നു. കുറച്ച് കുറെ ഇമോഷൻ. പിന്നെ ആ കാലിന്റെ മെലിച്ചിലുണ്ടായിരുന്നു. ആ മെലിച്ചില് പിന്നെ പാദം ഒരു സൈഡില് ഒരു കാലിന്റെ ഇങ്ങനെ കുറച്ച് പ്രസ്സാക്കാത്തതുണ്ടായിരുന്നു. അതൊക്കെ അത് സാറ് ഒരു ദിവസം ചെയ്തതായുള്ളൂ. പിന്നെ റെഡിയായി.
ഓക്കെ എടുക്കൻ Thanks. ഗുഡ് ബോയ് എവിടെയാ ഗുഡ് ബോയ്? ഇതാണ് ഗുഡ് ബോയ്. പറഞ്ഞേ ഗുഡ് ബോയ് പറയ്. ഗുഡ് ബോയ്. ഡോക്ടർക്ക് താങ്ക് യു പറഞ്ഞു. Who is this? What is his name? Doctor. Okay. Which doctor? Which doctor? Sangeet doctor. What you want?